ഫ്രണ്ട്സ്, വെൽക്കം ടു സിൽനാസ് കഫേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണിത്. പുലാവ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. 500 ഗ്രാം ചിക്കനാണിത്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരമുറി സവാള, 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 കഷ്ണം പട്ട, 4 ഏലക്ക, 5-6 പീസ് ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് അരിയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 4 കപ്പ് വെള്ളം യൂസ് ചെയ്യുന്നത്. നാല് പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ച ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമായിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിച്ചിട്ട്. 5 മിനിറ്റ് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. സവാള ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മറ്റൊരു സവാള കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസിനും കൂടി ആവശ്യമായ ഓയിലാണ് ഒഴിച്ചത്. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം.
തൈര് ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി തൈരിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 4 കപ്പ് വെള്ളം ഇതിനാവശ്യമാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാത്രം അടച്ചു വെച്ച് നമുക്കിത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ രീതിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി ഏകദേശം റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റാനുണ്ട്. പുലാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് 5 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മുടെ പുലാവ് നമുക്കൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം. പുലാവ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്ത് വെച്ച സവാള വെച്ച് അരങ്ങിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.